സിഗരറ്റ് വലി നിർത്തിയേ നല്ല കാര്യമായിട്ടുണ്ട്. നടക്കണ നല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. എൻ്റെ ലൈഫിലെ എവർ ടൈം കോംബോ ആണ് സിഗരറ്റ്. സിഗരറ്റിനോട് ഒരു തരം പ്രണയമാണെന്ന് തോന്നുന്നു. എൻ്റെ ഭാര്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരും, പക്ഷെ സിഗരറ്റ് ഉപേക്ഷിക്കാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനേ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കാര്യം സാധിക്കണമെങ്കിൽ സിഗരറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് പേപ്പർ വായിക്കണമെങ്കിൽ അതൊന്ന് ദഹിക്കണമെങ്കിൽ സിഗരറ്റ് വേണം. ഇനി ഒരു ചായ കുടിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും ഒരു രുചി തോന്നണമെങ്കിൽ സിഗരറ്റ് വേണം. ഭക്ഷണത്തിന് മുമ്പും ബിമ്പും ഒക്കെ സിഗരറ്റ് ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ അങ്ങോട്ട് ഉഷാറാവുന്നുള്ളൂ. ഈ ഒരു ടെൻഷൻ അടിച്ചത് ആരോട് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ തരില്ല, പക്ഷെ 2 സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാലോ അതങ്ങോട്ട് സോൾവ് ആവണ പോലത്തെ ഒരു ഫീലാണ്. ഇത് ഒരു ക്ലയന്റ് പറഞ്ഞൊരു ആൻസറാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയിട്ടുള്ള, സിഗരറ്റിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ മറുപടിയാണേ സിഗരറ്റ് വലി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ. ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്കറിയാം ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ മോശമാണെന്ന്, പക്ഷെ അവരതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ സാഹചര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ കാരണം? നിക്കോട്ടിൻ കണ്ടന്റ് തന്നെയാണ്. അത് നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പാമിനെ താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും 1, 2, 3 പിന്നീട് പാക്കറ്റ് കണക്കിന് സിഗരറ്റ് വലിക്കാനും തോന്നുന്നതാണ് കാരണം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും സിഗരറ്റ് വലിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ആത്മാവിന് പുക കൊടുത്ത് നമ്മുടെ ശ്വാസകോശം ഇങ്ങനെ ചവറ്റുകൊട്ട പോലെയാവും. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബാലികേറ മലയൊന്നുമല്ല. അഡിക്ഷനൊക്കെ മാറ്റാനായിട്ട് വഴിയുണ്ടെന്നേ.